അപ്പൊ ഇപ്പൊ നമ്മള് മൂവിയില് ലൈക്ക് കഥയുടെ ഇതിലൊക്കെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഒരു മൂവി പിടിച്ചെടുത്താൻ ഏറ്റവും വലിയൊരു പവർ ഉള്ളതാണ് അതിന്റെ ഫ്രെയിംസുകള്. അപ്പൊ ഇതിന്റെ ഫ്രെയിംസ് കുറച്ച് എങ്ങനെ ഡാർക്ക് ആണോ അത് ഭയങ്കര ലൈറ്റ് ആയിട്ടാണോ പോകുന്നത്? ലൈറ്റ് ഡാർക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ലൈറ്റും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഡാർക്ക് മോഡിലോട്ട് പോയി. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇപ്പൊ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ഇപ്പൊ നിങ്ങളുടെ ലൊക്കേഷനും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത്രയ്ക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ ആ ഒരു പരിമിതികളും കാര്യങ്ങളും ഒക്കെ വെച്ചുള്ളത് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റുകൾ കണ്ടായിരുന്നോ? പ്രിവ്യൂ കണ്ടായിരുന്നോ? ഫസ്റ്റ് ഹാഫോ ഞാൻ ആദ്യം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ഫൈനൽ ഔട്ട് കണ്ടോന്ന് എല്ലാം കണ്ടു. അപ്പൊ എന്ത് തോന്നുന്നു? ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട് വന്നിട്ടുണ്ട്? കാരണം ഇവ രണ്ടുപേരും കാണാതിരിക്കുന്ന അവര് ആകാംക്ഷ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ നമ്മുടെ മൂവി August 7th റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരാണല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. എല്ലാവരും പോയി കാണണം, അനുഗ്രഹിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഈ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പൈസ മുതലാവും ഈ സിനിമ കണ്ടാൽ. ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പം ODC ഒക്കെ ഇറങ്ങിയല്ലോ, അതണക്കൊന്നും അല്ലെങ്കിലും കഥയൊക്കെ ഏകദേശം അത്രയ്ക്കൊരു നമ്മുടെ നോളൻ്റെ ഒക്കെ സിനിമ കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എനിക്ക് അതേ ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരു എന്താ പറയുക, ഒരു എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു കഥയും അതിനകത്തുള്ള എല്ലാം മേക്കിങ്ങും എല്ലാം അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മൾ റീലുകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഫാസ്റ്റാണ്, സ്ലോയിലും അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു ഷോർട്ടാണെങ്കിലും ടൈം എടുത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ബോറടിക്കും. ഇതെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു ഫ്രെയിം പോലും ഇച്ചിരി അറിയാൻ ഇരുത്തത്തില്ല, പടപടയെന്ന് പറഞ്ഞാൽ അടിച്ചു വിട്ട് പോകത്തേ ഉള്ളൂ. അതായത് നമ്മൾ ഫുള്ള് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഫസ്റ്റ് റഫ് എഡിറ്റ് ചെയ്ത് വെച്ചപ്പോൾ. പിന്നെ അത് കട്ട് ചെയ്ത് അരിഞ്ഞ് ചെറുതാക്കി എടുത്തതാണ്. പോകുന്നതിന്റെ സ്പീഡ് അതല്ല, എഡിറ്റർക്ക് വല്ല ജോലിയും വേണ്ട. നമ്മളെ ആദ്യത്തെ കുറച്ച് 1/2 മണിക്കൂർ നമ്മള് പർപ്പസ്ഫുള്ളി കുറച്ച് ലാഗ് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരൊറ്റ പോക്കാണ്, ഗ്രാഫ്. അങ്ങനെയാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്കുള്ളത് എന്റെ മോന് നല്ലൊരു വേഷം ചെയ്തു. അമ്മയുണ്ട് മോനും ഒരു മൂവിയിൽ വരാതെ നല്ലൊരു വേഷം ചെയ്തു. അത് സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച 2 സിനിമ റിലീസ് ആയിട്ടുണ്ട്, പക്ഷെ മോന്റെ ആദ്യത്തെ സിനിമയാണ്. നല്ലൊരു ക്രൂവിലൂടെ തന്നെ കിട്ടിയതിലും നല്ലൊരു വേഷം കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു താരങ്ങളില്ലാത്ത താരം. എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ നമുക്ക് നാളെ താരമാവാൻ പറ്റും. മറന്നാളല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ മൂവി ഹിറ്റായിട്ട് ആശംസിക്കുന്നു. നിങ്ങളും പുതിയ സിനിമകളായിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രേക്ഷകരാണ് നമ്മുടെ വിധി എഴുതുന്നത്. അപ്പൊ പടം കാണുക, പടം വിജയിപ്പിക്കുക. അതെ, പടം വിജയിപ്പിക്കുക, കഴിവതും മാക്സിമം നേരത്തെ കാണുക. അതെ.